സിറ്റി കളക്ഷൻസിൻ്റെ ഈ ബ്യൂട്ടി പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഒത്തിരി ബ്യൂട്ടീഷ്യൻസിൻ്റെ ആവശ്യമാണ് നമ്മൾ ഇത്തരത്തിലുള്ളൊരു പ്രോഗ്രാമുകൾ ചെയ്യുന്നത്. കേരളത്തിൻ്റെ തന്നെ മലയാളികൾ മുഴുവൻ ഇപ്പോൾ സിറ്റി കളക്ഷൻസിൻ്റെ ഈ ബ്യൂട്ടി പ്രോഗ്രാമിലേക്ക് കാഴ്ചക്കാരായി വന്നിരിക്കുകയാണ്. ഒരുപാട് അഭിപ്രായങ്ങൾ വരുന്നുണ്ട്, ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള വർക്കുകൾ കാണണം. ഞങ്ങൾ കഴിഞ്ഞ ഈ ഇതിൽ തന്നെ ഹെയർ കട്ടിൽ തന്നെ നമ്മൾ ചെയ്തത് ഒരുപാട് പനങ്കല പോലുള്ള ഒരു മുടിയെ ചെയ്തിരുന്നു. അത് ഞങ്ങൾക്ക് ഒരുപാട് നെഗറ്റീവ് അഭിപ്രായങ്ങളാണ് വന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വെട്ടാൻ വലിയ പണിയൊന്നുമില്ല. ഞാനും അത് ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, പല സെമിനാറുകളിലൊക്കെ ഞങ്ങൾ സെമിനാർ നടത്തുമ്പോൾ തന്നെ ഏകദേശം 2 പേര് 3 പേരൊക്കെ ഒന്ന് ശരിയാക്കി നിർത്തണം എന്നുള്ളതൊക്കെ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ തീരെ മുടി വെട്ടാൻ പോലും കഴിയാത്ത ഒരു രീതിയിലുള്ള ആളുകളെ ഞങ്ങൾ ചിന്തിച്ചു തുടങ്ങിയത്. തീർച്ചയായിട്ടും അത്തരം ആളുകളാണ് സാധാരണക്കാരായ ആ പാർലറുകളിലെത്തുന്നത്. തീരെ ഉള്ളില്ലാതെ ആകെ എന്തൊക്കെയോ നമുക്ക് തന്നെ കണ്ടാൽ ഇവർക്ക് വെട്ടാൻ കഴിയുമോ എന്നുള്ള തോന്നുള്ള മുടി. അത്തരം മുടികളാണ് ഇന്ന് ഹരീഷൻ സാറ് നമുക്ക് ക്ലാസ് വരെ തരുന്നത്. ഒരുപാട് പുതിയ അപ്പോൾ നമുക്ക് ഒരുപാട് പനങ്കൊല പോലുള്ള മുടികളെ വെച്ച് ഒത്തിരി കട്ട് ചെയ്തു അതിൻ്റെ സ്റ്റൈലുകൾ അതല്ല ഇന്ന് ആളുകൾക്ക് വേണ്ടത് എന്ന് സിറ്റി കളക്ഷൻ മനസ്സിലായി. തീർച്ചയായിട്ടും അതും ചെയ്യും. ഇത്തരത്തിലുള്ള ഒരുപാട് ഡാമേജ് ആയിട്ടുള്ള നമ്മുടെ പാർലറിൽ സ്ഥിരം കാണുന്ന, നമ്മുടെ വീടിൻ്റെ ചുറ്റുപാടിൽ കാണുന്ന സാധാരണക്കാരായ മനുഷ്യന്മാരുടെ ഒരുപാട് ജീവിതഭാരവും വീട്ടിലെ ഭാരവും ഒക്കെ വെച്ച് മുടിയെ ശരിക്കും ശ്രദ്ധിക്കാൻ കഴിയാത്ത ആളുകൾ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ മുടിയെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ അത് വളർത്തേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട്. സാധാരണ നമുക്കൊരു പാർലറിലേക്ക് ഒരു ഹെയർ കട്ടിനോടൊപ്പം തന്നെ ഒരു നല്ലൊരു മസാജ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒത്തിരി പാർലറുകളിൽ എന്നോട് ആവശ്യപ്പെടുന്നു, സാറേ ഒരു ഹെയർ മസാജ്, ഹെഡ് എങ്ങനെ മസാജ് ചെയ്യുന്നു, അതിൻ്റെയൊക്കെ ഒരു സൂപ്പർ ടെക്നീഷ്യൻ എന്ന് പറയുന്ന നമ്മുടെ ഹരീഷൻ സാറാണ്. എങ്ങനെ ആ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ ഉറങ്ങിപ്പോകുന്ന രീതിയിലേക്കുള്ള ഒരു പുതിയ ടെക്നിക്കുകൾ, ഇതൊക്കെ നിങ്ങളുടെ പാർലറിൽ കാണിക്കണം. അല്ലാതെ സാധാരണ വെറുതെ ഹെയർ കട്ട് ചെയ്തു കയറി വന്നു ഇരുന്നു എന്തെങ്കിലുമൊക്കെ ചെയ്ത് വിടുന്നതിനൊക്കെ പകരം കസ്റ്റമറെ ഇഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരുപാട് പുതിയ ടെക്നിക്സ് ഉണ്ടാകും. അത് തന്നെയാണ് ഇന്ന് ഇൻ്റർനാഷണൽ ലെവലിലേക്ക് ഹരീഷൻ സാറ്, കാരണം ദുബായിലും അതേപോലെ തന്നെ ശ്രീലങ്കയിലൊക്കെ പോയി ഒത്തിരി ക്ലാസ്സുകൾ എടുക്കുന്നതിനുള്ള സാഹചര്യം അവരിപ്പോൾ ഉള്ളു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മസാജിങ് ടെക്നിക്സോടുകൂടി നിങ്ങൾക്ക് ഇന്ന് ഈ ക്ലാസ് ആരംഭിക്കുകയാണ്. ബൈ അൻലേട്ടൻ. താങ്ക് യു അൻലേട്ടാ. എന്തായാലും ഹെയർ കട്ടിങ് രംഗത്ത് നിന്ന് തൽക്കാലത്തേക്ക് ഒരു മോചനം കിട്ടിയില്ല, തീരെ സന്തോഷം. കാരണം ആ മസാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണ്. നമ്മൾ കുഞ്ഞുനാളിലൊക്കെ അമ്മയുടെ മടി കിടന്നിട്ട് തലയിൽ വെറുതെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു നല്ല സുഖം ഉണ്ടായിരുന്നു. പക്ഷേ ചെയ്യുമ്പോൾ നല്ല സുഖം ഉണ്ടാകുന്നതിന് ഒരു കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയോ? അമ്മയ്ക്ക് നമ്മളോട് സ്നേഹമുള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ആ മസാജിന് ഭയങ്കര സുഖം ഫീൽ ചെയ്യുന്നത്. നമ്മളും മസാജ് ചെയ്യുന്ന സമയത്ത് കസ്റ്റമേഴ്സിനെ സ്നേഹിച്ച് കൊല്ലണം എന്നല്ല പറയണേ, ആ ഒരു സ്നേഹം നമ്മുടെ കൈകളുടെ തുമ്പത്ത് വന്നാൽ മാത്രമേ ആ മസാജിന് സുഖം വരുള്ളൂ. നമ്മളെല്ലാം വേറെ പല കാര്യങ്ങൾ ആലോചിച്ച് വൈകുന്നേരം പോകണം, മീൻ മേടിക്കണം, അല്ലെങ്കിൽ ചന്ത കയറണം, അവിടെ പോകണമെന്ന് പറഞ്ഞ് ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ട് കഴിഞ്ഞാൽ ആ മസാജിന് ശരിക്കും ഒരു എഫക്റ്റീവ് ഇല്ല. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ നിങ്ങളുടെ ആ ഫുൾ പവർ നിങ്ങളുടെ വിരൽത്തുമ്പുകളിൽ നിങ്ങൾക്ക് എത്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ കുഞ്ഞുനാളിൽ ഇങ്ങനെ ചൂണ്ടുമ്പോൾ നമുക്കൊരു കുത്തൽ ഫീൽ ചെയ്യും. അവിടെ ഒരു മാഗ്നറ്റിക് പവറുണ്ട്. ഈ മാഗ്നറ്റിക് പവറിനെ കറക്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പം നമ്മുടെ തലയുടെ മുകളിൽ അല്ലെങ്കിൽ തൊലിപ്പുറത്തുള്ള കോശങ്ങളിലെ ചെറിയ സെൽസുകൾക്ക് ആ മാഗ്നറ്റിക് കറണ്ടിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കാൻ കഴിയും. ഈ സ്റ്റിമുലേഷൻ ആ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യിപ്പിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് അവരെ ഭയങ്കരമായിട്ട് റിലാക്സ് ചെയ്യിപ്പിക്കാൻ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ മസാജ് കൊണ്ട് നല്ല എഫക്റ്റ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ വേറെ കാര്യങ്ങളൊന്നും ആലോചിക്കാതെ നിങ്ങളുടെ 2 കൈകൾ നിങ്ങൾ തലയിൽ കൊണ്ടുവയ്ക്കുക. അതിനുശേഷം നമ്മൾ ഓരോ ഹെയർ കട്ടിനകത്തും വേണേൽ നമുക്ക് എല്ലാ സ്റ്റെപ്പോടെ നോക്കിയിട്ട് നിങ്ങൾ മനസ്സിലാകാതെ പോകരുത്. അതുകൊണ്ട് നമ്മൾ 2 കൈ നിങ്ങൾ കൊണ്ടുവയ്ക്കുക. മനസ്സിലേതെങ്കിലും ദൈവത്തെ, നിങ്ങൾ ആരാധിക്കുന്ന ദൈവത്തെ മനസ്സിൽ പ്രാർത്ഥിക്കുക. ആ ഫിംഗറിൻ്റെ ടിപ്പിൽ നിങ്ങൾ ആ മാഗ്നറ്റിക് പവർ കൊണ്ടുവരാൻ കഴിയുമോ എന്ന് നിങ്ങൾ നോക്കുക. വേറെ ഒരു കാര്യങ്ങളും നിങ്ങൾ ആലോചിക്കാതിരിക്കുക. നമ്മൾ ചെയ്യുന്ന ഈ പ്രവൃത്തിയിലൂടെ അവരുടെ നമ്മൾ എന്താണോ ചെയ്യുന്ന റിലാക്സേഷൻ കിട്ടത്തക്ക രീതിയിലായിരിക്കണം നമ്മുടെ. അപ്പോൾ ഈ ഒരു വിരൽ, ഈ 2 കൈ മോടി വെച്ചിട്ട് ഈ ഒരു കൈ നമ്മുടെ ചെവി ടച്ച് ചെയ്തില്ല എന്നുള്ള രീതിയിൽ താഴെ വരികയും ഈ കൈ ഇവിടുന്ന് കറങ്ങി അടിവശത്തൂടെ ഇങ്ങനെ കറങ്ങണം. ഇത് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ കാണിക്കുന്നത്. അത് ഫ്രീ ആയിട്ട് പോകണം. ഓയിലൊക്കെ ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഇങ്ങനെ ചെവി ടച്ച് ചെയ്ത് ഇങ്ങനെ വന്ന് ഈ കൈ ഇവിടെ ഇങ്ങനെ കറങ്ങി ഈ സൈഡിൽ കൂടെ വരുമ്പം ആ നെഗറ്റീവ് എനർജി പോസിറ്റീവ് എനർജി പോലെ ഇങ്ങനെ മാറി കറങ്ങി ഇങ്ങനെ വരുമ്പോൾ റിലാക്സ് ആവും. ആ റിലാക്സ് ആയിട്ട് സർക്കുലർ മോഷനിൽ, വളരെ സ്ലോയിൽ സർക്കുലർ മോഷനിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ മുകളിലെത്തിക്കുക. ഈ മുകളിലെത്തുന്ന സമയത്ത് തന്നെ ഇപ്പുറത്തെ കൈ ഓട്ടോമാറ്റിക്കലി അവിടുന്ന് ചലിച്ചു തുടങ്ങണം. ഇതിവിടെ എത്തിക്കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മൾ കൈയൊക്കെ നൂർത്തിട്ട് പിന്നെ എടുത്തു കഴിഞ്ഞാൽ ആ റിലാക്സേഷൻ കിട്ടില്ല. ആ കൈ മുകളിലെത്തുകയും ഇപ്പുറത്തെ കൈ നേരത്തെ അപ്പുറത്ത് പോയ പോലെ തന്നെ നമ്മൾ കൈ ചെരിഞ്ഞ് താഴെ വരുന്നു, ഇവിടുന്ന് കറങ്ങി മുകളിലെത്തുന്നു റൗണ്ടായിട്ട്. തിരിച്ച് ആ കൈ വരുമ്പോഴത്തേനും നമ്മൾ മുകളിലോട്ട് പോകുമ്പോൾ ഇപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി കാണിക്കണം. മുകളിലോട്ട് പോകുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് പോയെങ്കിൽ തിരിച്ചിറങ്ങി വരുന്നത് തിരിച്ചിറങ്ങണം. ആൻറ്റി ക്ലോക്ക് വൈസിലായിരിക്കണം താഴോട്ട്.
തിരിച്ച് വീണ്ടും ഇവിടെ എത്തിക്കഴിഞ്ഞു, വീണ്ടും അപ്പുറത്തെ കൈ കൊണ്ട്. ഇത് സൈമൾട്ടേനിയസ് ആയിട്ട് നമ്മൾ ചെയ്യാം. ഈ രണ്ട് കൈ ഇവിടെ വയ്ക്കുക, ഒരു കൈ ഇങ്ങനെ കറങ്ങി താഴെ വരുന്നു, ഇവിടുന്ന് കറങ്ങി മുകളിലെത്തുന്നു. ഇത് മുകളിലെത്തിക്കഴിയുമ്പം ഇപ്പുറത്തെ കൈ താഴോട്ട് പോകുന്നു, ഈ കൈ തിരിച്ച് മുകളിലെത്തിക്കഴിയുമ്പം ഈ കൈ തിരിച്ച് ആൻറ്റി ക്ലോക്ക് വൈസിൽ തിരിച്ച് കറങ്ങി കറങ്ങി താഴോട്ട് വരും. ഇതൊരു സ്റ്റെപ്പാണ്. ഇനി അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിത് ചെയ്യുമ്പോൾ ഈ ലിംസ് എല്ലാം ഇവിടെ അടിഞ്ഞു വിടും. ഈ ലിംസിനെല്ലാം നമ്മളെന്താ വെച്ചാൽ വളരെ സ്ലോയിലി ലിംഫ് ഡ്രെയിൻ ഔട്ട് ചെയ്ത് സൈഡിലോട്ട് കൊണ്ടുപോകും. അതിനുവേണ്ടി നമ്മളിതാ ഈ ലിംഫിനെ ഈ സൈഡിലോട്ട് ഇങ്ങനെ ഡ്രെയിൻ ഔട്ട് നടത്തുക. വീണ്ടും ഈ രണ്ട് കൈയും ഈ ചെവിയുടെ താഴെ കൂടെ ഇങ്ങനെ പോയി ഈ രണ്ട് കൈയും താഴെ നിന്ന് ഇങ്ങനെ കറങ്ങി ഇവിടെ വന്നിട്ട് അവിടെ നിന്ന് ക്ലോക്ക് വൈസിൽ, അതായത് ഇങ്ങനെ ക്ലോക്ക് വൈസ് റൗണ്ടായിട്ട് മുകളിലോട്ട് പോവുക. ക്ലോക്ക് വൈസിൽ നേരെ മുകളിലോട്ട് പോവുക. മുകളിൽ എത്തിക്കഴിയുമ്പോഴത്തേനും ആ കൈ അവിടെ വെച്ച് തന്നെ വളരെ സ്ലോയിൽ തിരിച്ച് ആൻറ്റി ക്ലോക്ക് വൈസിൽ താഴോട്ട് വരിക. ഇതും ഒരു 6 ടൈംസ് ചെയ്തതിന് ശേഷം വീണ്ടും നിങ്ങൾ ലിംഫാറ്റിക് ഡ്രെയിൻ ഔട്ട് കൊടുക്കുക സൈഡിലോട്ട്. അതിനുശേഷം അടുത്ത സ്റ്റെപ്പ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഓരോന്നേ കാണിക്കുന്നുള്ളൂ, ഇതെല്ലാം 6 ടൈംസ് വെച്ച് നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേന് 20 മിനിറ്റ്സോളാവും ചെയ്ത് വരുമ്പോൾ. ഇത് തിരിച്ച് വരുമ്പോൾ ഈ രണ്ട് കൈയും താഴെ കൊണ്ടുവന്നതിന് ശേഷം ഈ രണ്ട് കൈയും തിരികെ ഇങ്ങനെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ രണ്ട് കൈ ഇങ്ങനെ തിരിഞ്ഞിട്ട് ഈ തള്ള വിരൽ, അതായത് തമ്പ് ഇംപ്രഷൻ, തമ്പ് വെച്ചിട്ട് ഇതുകൊണ്ട് ഇങ്ങനെ ക്രിസ് ക്രോസ് ആയിട്ട് ഈ ക്രിസ് ക്രോസ് ആയിട്ട് വന്നിട്ട് ഈ ക്രസ്റ്റ് ഏരിയ എത്തിക്കഴിയുമ്പോൾ ഉച്ചിയിലെത്തി കഴിയുമ്പോൾ ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ പോവുക. സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് വരും. അതിനുശേഷം വീണ്ടും അത് കഴിഞ്ഞിട്ട് വീണ്ടും അയനൗട്ട് കൊടുക്കുക. ഈ അയനൗട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ രണ്ട് കൈയും ഒരേ രീതിയിൽ തന്നെ ഈ ഓപ്പോസിറ്റ് സൈഡിലോട്ട് പോവുക. ഇവിടുന്ന് റൗണ്ടായിട്ട് മുകളിലോട്ട് വരിക. നേരെ മുകളിലെത്തി കഴിയുമ്പോൾ അടുത്ത ഡയറക്ഷനിൽ വീണ്ടും പോവുക. വീണ്ടും അവിടെ നിന്ന് നേരെ സെൻറ്ററിലേക്ക് വരിക. വീണ്ടും അടുത്ത സെക്ഷനിൽ പോവുക. എല്ലാം ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന്. അപ്പോൾ ഇത് ഇത്രയും ചെയ്യുമ്പോഴത്തേനും നമ്മൾ ഇതും കഴിഞ്ഞിട്ട് ഒരു ഡ്രെയിൻ ഔട്ട് കൊടുക്കുക. ഡ്രെയിൻ ഔട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഷോൾഡർ മസാജൊക്കെ ആവശ്യമുള്ള ആൾക്കാരാണെങ്കിൽ ഷോൾഡർ മസാജ് കൊടുക്കുക. ഇവിടെ ടെൻഷൻ പോയിൻ്റ് എന്ന് പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ട്. ആ ടെൻഷൻ പോയിൻറ്റിൽ പ്രഷർ കൊടുക്കുക. അതിൻ്റെ ചുറ്റിനും ക്ലോക്ക് വൈസിൽ ആൻറ്റി ക്ലോക്ക് വൈസ് 3 ടൈംസ് വലത്തോട്ടും 3 ടൈംസ് ഇടത്തോട്ടും ചെയ്യുക. അതിനുശേഷം ഈ ലിംഫാറ്റിക് ഡക്റ്റുകളിലെല്ലാം നമ്മൾ ടെമ്പിൾസിലെല്ലാം പ്രഷർ പോയിൻറ്റ്സ് കൊടുക്കുക. നിങ്ങൾ പ്രഷർ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഒരു പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ഇങ്ങനെ കുത്തരുത്. കുത്തുതാതിരിക്കുന്നതിനും ഒരു 15 വരെ നിങ്ങൾ മനസ്സിലുണ്ട്. 1 2 3 4 5 10 എണ്ണി അത് ഉറക്കേണ്ടത്. 1 2 3 4 5 6 8 13 14 15. അതിൻ്റെ പകുതി സമയം കൊണ്ട് കൈ തിരിച്ച് റിലാക്സ് ആക്കാൻ പാടും. അപ്പോൾ 1 2 3 4 5 6 7 1 2 5 1 2 3 അങ്ങനെ ആ ഒരു പ്രഷർ പോയിൻറ്റ്സ് ഇങ്ങനെ പ്രഷർ കൊടുക്കുന്നു, റിലാക്സ് ചെയ്യുന്നു. അല്ലാതെ പ്രഷർ കൊടുത്ത് ചിലപ്പോൾ അവർക്ക് തലവേദന ഹെഡേക്ക് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ടാക്കുക. പ്രഷറിനകത്ത് വരുന്ന പ്രഷർ പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ റിലാക്സേഷൻ പ്രഷർ പോയിൻ്റ് ആയതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന അതിൻ്റെ പകുതി സമയം കൊണ്ട് മാത്രമേ അതിനെ റിലാക്സ് ചെയ്യിപ്പിക്കുക. അത്ര സ്ലോയിലായിരിക്കണം പ്രഷർ കൊടുക്കാനും. ഈ 15 സെക്കൻഡ് കൊണ്ടല്ല 20 സെക്കൻഡ് കൊണ്ടല്ല 30 സെക്കൻഡ്സ് കൊണ്ട് പ്രഷർ കൊടുക്കാനും 15 സെക്കൻഡ് കൊണ്ട് അത് റിലാക്സ് ചെയ്യിപ്പിക്കാനുള്ള രീതിയിലായിരിക്കണം പ്രഷർ കൊടുക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഈ 5 ടൈപ്പിലുള്ള 5 സെക്ഷൻ ഞാൻ കാണിച്ചു. ഒന്ന് ജസ്റ്റ് 2 കൈ മുകളിൽ വെച്ചതിന് ശേഷം അതിനുശേഷം ക്രിസ് ക്രോസ് ആയിട്ട് മസാജ് കാണിച്ചു. അതിനുശേഷം ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് അയനൗട്ട് ഓപ്പോസിറ്റ് സൈഡിൽ. ഇത് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. ബാക്കി അതിൻ്റെ അടുത്ത മസാജിൻ്റെ അടുത്ത ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞുതരാം. ഇതാണ് നമ്മുടെ മുടിയുടെ അവസ്ഥ. മുടിക്ക് തിക്നെസ് വളരെ കുറവാണ്. നമുക്കിത് എങ്ങനെ ഇപ്പോൾ എല്ലാവർക്കും ഒരുപാട് മുടി തിക്നെസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരുപാട് വേവി ആയിട്ടുള്ള മുടിയിലുള്ളവർക്ക് ഒരുപാട് ലെയർ കട്ടൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും മുടി ഇല്ലാത്ത ഒരാൾക്ക് എങ്ങനെയാണ് നല്ല തിക്നെസ് തോന്നിക്കാൻ പറ്റും നോക്കുക. അങ്ങനെ ഒരു മുടിയാണ് ഇത് കാണിച്ചിരിക്കുന്നത്. ഇതിനകത്ത് നോക്കുക നമുക്ക് എങ്ങനെ ഇതിനെ ഒരു തിക്നെസ് ആയിട്ടുള്ള ഒരു ലെയർ കട്ടായിട്ട് എങ്ങനെ നോക്കാം. യു ഷേപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ലെയർ കട്ട് ചെയ്യാൻ പറ്റത്തില്ല. നല്ലൊരു ഭംഗി ഉണ്ടാവുള്ളൂ അതിനെ കാണാൻ വേണ്ടി. കാരണം എൻസുകളെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ തന്നെ നിങ്ങൾക്ക് യു ഷേപ്പ് ചെയ്യാം, കുഴപ്പമില്ല. ആ രീതിയിൽ തന്നെ ചെയ്തോളൂ നിങ്ങൾ.
ഇനി നമ്മൾ നോക്കാം എങ്ങനെയാണ് ഇതിനകത്ത് ലെയർ കട്ട് കൊടുക്കാൻ പറ്റും നോക്കാം. ഇത് രണ്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക. സിമ്പിളായിട്ട് 2 സെക്ഷൻ എടുക്കുക. ഈ സെക്ഷനിലെ മുടി ഫുള്ളായിട്ട് നേരെ മുകളിലോട്ട് കൊണ്ടുവരിക. സ്ട്രൈറ്റായിട്ട് കട്ട് ചെയ്യുക. ഈ മുടിയെ തിരിച്ച് ഇങ്ങനെ കോമ്പ് ചെയ്യുക. റിവേഴ്സ് ഗ്രാജുവേഷനിൽ കഴിഞ്ഞു. ആ സെക്ഷൻ കഴിഞ്ഞു. ഇനി ഇപ്പുറത്തെ മുടി അതുപോലെ എടുക്കുക. ഫുൾ മുടി മുകളിലോട്ട് കോമ്പ് ചെയ്യുക. റിവേഴ്സ് ഗ്രാജുവേഷനിൽ തന്നെ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം വരുവാണെങ്കിൽ ഇത് സിറ്റി കളക്ഷൻ്റെ ഫേസ്ബുക്ക് ചാനലാണ്. നിങ്ങൾക്ക് വീണ്ടും നിങ്ങൾക്ക് ഇത് കണ്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഒന്ന് ചെക്ക് ചെയ്തേക്കാം ഈ വെട്ടിയേക്കുന്നതൊക്കെ ശരിയാണെന്ന് അറിയാൻ വേണ്ടി. എല്ലാ ലെയർ കട്ട് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഈ ടവൽസ് കെട്ടുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ കോമ്പ് ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലുമൊക്കെ മുടി ചാടിക്കിടപ്പുണ്ടെങ്കിൽ ലാസ്റ്റിലേക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നല്ലതായിരിക്കും. ഏതെങ്കിലും മുടി വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ലെങ്തിൽ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. വെട്ടിനെടുക്കുന്ന മുടി കറക്റ്റായിട്ട് എല്ലാ സ്ഥലത്തും ഒരുപോലെ ചിലപ്പോൾ വന്നില്ലെങ്കിൽ ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ചെറിയ വ്യത്യാസം വരെ ചിലപ്പോൾ ലെയറിങ് എഫക്റ്റ് വരുമ്പോഴത്തേനും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുക. അതുകൊണ്ടൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുന്നില്ലായിരിക്കും. ഇപ്പോൾ നമ്മൾ ഹെയർ കട്ടിങ് കഴിഞ്ഞു. ഇത്രയും പരിപാടിയേ ഉള്ളൂ. രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഈ സൈഡിലെ മുടി ഇങ്ങനെ എടുത്തു. നിങ്ങൾ സംശയമുള്ള വീഡിയോ ഒന്നും നോക്കുക. കാരണം നേരത്തെ പറഞ്ഞാൽ പെട്ടെന്ന് പറയുന്നല്ല. നേരെ മുകളിലോട്ട് കയറ്റി കട്ട് ചെയ്തു. അതിനുശേഷം അതിനെ റിവേഴ്സ് ഗ്രാജുവേഷൻ ഒന്ന് കട്ട് ചെയ്തു. ഇപ്പുറ സൈഡിൽ നേരെ മുകളിൽ കൊണ്ട് കട്ട് ചെയ്തു. അതിനെ റിവേഴ്സ് ഗ്രാജുവേഷൻ ഒന്ന് കട്ട് ചെയ്തു. ഹെയർ കട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് സെറ്റ് ചെയ്താൽ മതി. ഇതും ഫ്രിസി ടൈപ്പ് ഹെയർ ആണ്. അത് പറഞ്ഞാൽ നമുക്ക് ഹെയർ സിറം ഒക്കെ അപ്ലൈ ചെയ്യുക. 1-2 ഡ്രോപ്സ് സിറത്തിൻ്റെ ആവശ്യമുള്ളൂ. വെറ്റായിട്ടിരിക്കുന്നതിൻ്റെ സിറം അപ്ലൈ ചെയ്യുക. ഇനി മുടിക്ക് എന്തൊക്കെ തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം എന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹരികൃഷ്ണൻസ് ബ്യൂട്ടീഷ്യൻസ് ഗൈഡ് ലൈൻ എന്ന് പറഞ്ഞ ഈ ബുക്ക് നിങ്ങൾ വാങ്ങിക്കുക. ഇതിനകത്ത് ഹെയറിൻ്റെ സെക്ഷൻ എടുക്കുക. ആ ഹെയറിൻ്റെ സെക്ഷനകത്ത് ഓരോ മുടിയും എങ്ങനെയാണ് ചെയ്യേണ്ടത്, അല്ല ഏത് രീതി ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെയാണ് മസാജ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ കൊടുക്കണം, അല്ലെങ്കിൽ ആ മുടിക്ക് ഏറ്റവും അനുയോജ്യമായ എന്തെല്ലാം ട്രീറ്റ്മെൻറ്റുകളാണെന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ പറയുക. വായിച്ച് മനസ്സിലാക്കിയെടുക്കുക. അതുപോലെ നിങ്ങൾക്ക് എന്നെ വിളിക്കേണ്ട നമ്പർ 9446967165 നമ്പർ വിളിക്കുക. ബുക്ക് ആവശ്യമുള്ള ഒരു സിറ്റി കളക്ഷനെ സമീപിച്ച് കഴിഞ്ഞാലും ബുക്ക് കിട്ടും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ബ്യൂട്ടീഷ്യൻ്റെ ഒരു മുതൽക്കൂട്ടായിരിക്കും എന്ന് നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് തരികയാണ് ബുക്ക്. ഓക്കെ, ഇനി നമുക്കിത് സെറ്റ് ചെയ്യേണ്ട രീതി എങ്ങനെ നോക്കാം. സാധാരണ നോർമൽ രീതി തന്നെ സെറ്റ് ചെയ്തത് എപ്പോഴും ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഫ്രണ്ടിലെ ഫ്രിസിനെസ് മാറ്റാൻ വേണ്ടി നിങ്ങൾ ഇതുപോലത്തെ ബിഗ് വോളിയം റൗണ്ട് ബ്രഷ് നിർബന്ധമായിട്ട് നിങ്ങൾ മേടിച്ച് കഴിഞ്ഞാൽ മാത്രമേ ഈ സെറ്റിംഗ് വരുള്ളൂ. നിങ്ങൾ അയൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനോട് ചോട് ചേർത്ത് നിങ്ങൾക്ക് അയൺ ചെയ്യാൻ സാധിക്കത്തില്ല. അങ്ങനെ ഒരു ഫിനിഷിങ് പോകും. അതുകൊണ്ടാണ് ഇതുപോലത്തെ ഇതിൻ്റെ പല വോളിയത്തിൽ ഷാർപ്പായിട്ട് വരുന്ന നീളത്തിലുള്ളതും അല്ലാത്തതെല്ലാം ഉണ്ട്. നിങ്ങൾ ഏത് തരത്തിലുള്ള ബ്രഷ് നിങ്ങൾക്ക് സിറ്റി കളക്ഷൻ വന്നാൽ കിട്ടും. നിങ്ങളിത് വന്ന് മേടിച്ച് ഇങ്ങനെ സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്ത് ഇങ്ങനെ ഇതുണ്ട് ഈ അടിയിൽ നിന്ന് നിങ്ങൾ ഇതുപോലത്തെ ബ്രഷിൻ്റെ പ്രത്യേകത കൊണ്ട് കയറി മുടി കുരുങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിൽക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എന്താ വെച്ചാൽ കുറച്ച് കണ്ടീഷണർ എടുത്ത് ഇങ്ങനെ കുരുങ്ങിപ്പോയാൽ ഇതിൻ്റെ പുറത്തേക്ക് വെച്ച് കുറച്ച് കണ്ടീഷണർ തേക്കുക. അതിനുശേഷം ഇത് ഊരിക്കഴിഞ്ഞാൽ ഇത് ഊരിപ്പോരും. എന്നിട്ട് ആ ഭാഗം മാത്രം ഒരു കപ്പിൽ വെള്ളം എടുത്ത് കഴുകി വൃത്തിയാക്കി വീണ്ടും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ കട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫ്രിസി ഹെയർ ആയതുകൊണ്ട് അവിടം തൊട്ട് മുടിയെല്ലാം ഇങ്ങനെ ഒരുമാതിരി റഫായി പോകും. ഓക്കെ, സെറ്റ് ചെയ്യാം.
ഹെയർ കട്ടിങ്ങും പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹെയർ സെറ്റിങ്ങും. നിങ്ങൾ നന്നായിട്ട് ഹെയർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നന്നായിട്ട് സെറ്റ് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ ഹെയർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സെറ്റിംഗ് കൂടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി ഹോട്ട് റോളേഴ്സ് ഉപയോഗിക്കാം, ഹീറ്റ് റോളേഴ്സ് ഉപയോഗിക്കാം, അയൺ റോഡ്സ് ഉപയോഗിക്കാം, കേളിംഗ് ആണ് ഉപയോഗിക്കാം. അതുപോലെ ഒരുപാട് മെത്തേഡുണ്ട്. ഇതുപോലെ വോളിയം കുറഞ്ഞ മുടിയിലാണെങ്കിൽ മൂസ് ഉപയോഗിക്കാം. മൂസ് ഉപയോഗിച്ചാൽ കുറച്ച് വോളിയം കൂട്ടാണ്. എന്നിട്ട് മുടിക്ക് ഇങ്ങനെ സ്കള്ള് കാണുന്ന തരത്തിൽ മുടിയാണെങ്കിൽ നിങ്ങൾക്ക് ഹെയർ പൗഡേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ എന്താ അതിൻ്റെ പേരെന്തായിരുന്നു, ഫില്ലിംഗ് പൗഡർ. അതിൻ്റെ പേരെന്തായിരുന്നു? ഫില്ലിംഗ് പൗഡർ തന്നെ. ഹെയർ ബിൽഡിംഗ് പൗഡർ നമുക്കുണ്ട്. അത് ജസ്റ്റ് ഇതിനകത്ത് കുടഞ്ഞിടുക. അതിനുശേഷം അത് ബാക്കോമിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ബാക്കോമിങ് ചെയ്യുമ്പോൾ കൂടുതൽ വോളിയം തോന്നിപ്പിക്കുക. അപ്പോൾ എപ്പോഴും മുടിയിൽ കൂടുതൽ വോളിയം ഒട്ടും ഇല്ലാത്ത ആൾക്കാർക്ക് വോളിയം ഉണ്ടാക്കുന്നതിലാണ് പലരും ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള മൂസ് ജെല്ല്, മൂസ് എന്ന് പറഞ്ഞാൽ വോളിയം കൂട്ടാനും അതുപോലെ നമുക്ക് കുറേ നേരം ലോങ് ലാസ്റ്റിംഗ് ആകാൻ വേണ്ടിയൊക്കെയാണ് നമ്മൾ മൂസ് ഉപയോഗിക്കുന്നത്. ഇതിന് സ്കൾ ഒരുപാട് കാണുന്നുണ്ട്. അതിൻ്റെ ബ്രൗൺ കളറും ബ്ലാക്ക് കളർ പൗഡേഴ്സ് ഉണ്ട്. ആ ഫില്ലിംഗ് പൗഡർ നിങ്ങൾ മേടിക്കാം. ഫില്ലിംഗ് പൗഡർ നിങ്ങൾ സിറ്റി കളക്ഷനിൽ രണ്ട് കളർ അവൈലബിൾ അല്ലേ? ബ്രൗൺ കളറും ബ്ലാക്ക് കളറും രണ്ടും അവൈലബിൾ ആണ്. അത് മേടിച്ചിട്ട് ഇങ്ങനെ ഹെയർ ഡൂസൊക്കെ ചെയ്യുന്ന സമയത്ത് ഒട്ടും കട്ടിയില്ലാന്ന് തോന്നുന്ന ആൾക്കാർക്കൊക്കെ നിങ്ങളത് ഫില്ല് ചെയ്തിട്ട് അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മുടിക്ക് നല്ല വോളിയം ഉള്ള പോലെ തോന്നിക്കുകയും ചെയ്യും. ഇതുപോലെ തന്നെ സാധാരണ കുട പോലെ ആക്കിയിട്ട് സെറ്റ് ചെയ്യുക. അപ്പോൾ ഇത് സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം വെച്ചാൽ ആദ്യം ഹോട്ട് കൊടുക്കുക. ഹോട്ട് കൊടുത്തതിന് ശേഷം അതിനകത്തുള്ള കോൾഡ് ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് അതിനെ തണുപ്പിച്ച് ടെമ്പറേച്ചർ ലോ ആക്കി കഴിഞ്ഞാൽ മാത്രമേ സെറ്റായിടും, അല്ല സെറ്റാകത്തില്ല. അതിനകത്ത് ഹോട്ട് സെക്ഷൻ 2 സ്വിച്ച് ഉണ്ട്. അതിനകത്ത് ഒന്ന് കോൾഡ് ഒന്ന് ഹോട്ട് ആണ്. ഹോട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലൊരു ചെറിയ സ്വിച്ച് ഉണ്ട്. ഈ സ്വിച്ചിനകത്ത് നിങ്ങൾ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ഹോട്ടാകുന്ന കോൾഡ് ആയിക്കോളും. അങ്ങനെ ഇതിന് ആദ്യം ഹോട്ട് കൊടുക്കുക. അതിനുശേഷം ഹോട്ട് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം ഈ മുകളിലുള്ള സ്വിച്ച് പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കോൾഡ് എയർ ആയിരിക്കും. അങ്ങനെ ആ ടെമ്പറേച്ചർ അത് കുറച്ച് കഴിഞ്ഞാൽ മാത്രമേ ആ മുടി സെറ്റായിട്ട് കിട്ടത്തുള്ളൂ. അതിന് ശേഷം ഇത് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ മടക്കുക. വീണ്ടും ഹീറ്റ് കൊടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹോട്ട് ആൻഡ് കോൾഡായിട്ട് കൊടുക്കുക. നമുക്കൊരു ഔട്ടർ ലെയർ ഒരു 1.5 ഉണ്ടെങ്കിൽ 3 പ്രാവശ്യം റോൾ ചെയ്യാം. 3 പ്രാവശ്യം ഇങ്ങനെ ചുരുട്ടി എടുത്ത് 1.5, അപ്പോൾ ഔട്ടർ കേൾസ് കറക്റ്റായിരിക്കും. നമ്മളൊരു 4-5 പ്രാവശ്യം ചുരുട്ടി കഴിഞ്ഞാൽ അത്ര റോൾസ് ഒരുപാട് വരുന്നത്, അല്ലെങ്കിൽ അത്ര ലെയർ വേണം. കാരണം നമ്മുടെ എൻഡിൽ മാത്രം നമ്മൾ ലെയർ കൂടുതൽ, അപ്പോൾ അവിടെ ഒരു ചെറിയൊരു ഔട്ടർ കേൾസ് വന്നാൽ മതി. ഫുൾ ലെയർ ചെയ്യുന്ന ആൾക്കാണെങ്കിൽ, അതായത് ഒത്തിരി ലെയർ ആവശ്യം, മുകളിലോട്ട് ചെവിയുടെ താഴെ തൊട്ട് ലെയർ ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ 3-4 പ്രാവശ്യം ചുരുട്ടി മതി. അല്ലാത്ത മുടിക്കെല്ലാം ഈ കട്ടി കുറഞ്ഞ് വരുന്ന മുടിക്കെല്ലാം 2-3 ലെയർ 3 പ്രാവശ്യം ചുറ്റി കഴിഞ്ഞാൽ നമുക്ക് ഔട്ടർ ലെയർ കിട്ടുമ്പോൾ നമ്മളിപ്പോൾ ഈ കാണുന്ന പോലെ വരും. നോക്കാം, നേരത്തെ കിടന്ന മുടി ഇപ്പോഴത്തെ മുടി കൂടെ നോക്കുക. ഇത്രയും നമുക്ക് ഒരു തിക്നെസ് വോളിയത്തിലേക്ക് ആ മുടിയെ കൊണ്ടുവരാൻ സാധിക്കും. ഓക്കെ, നോക്കും. ഇത് നമുക്ക് ഫ്രണ്ടിലോട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ കല്യാണ ഫംഗ്ഷനൊക്കെ ഉള്ള സമയങ്ങളിലൊക്കെ ആണെങ്കിൽ ഈ മുടി ഇത്രയും ചെയ്താൽ ലെയറൊക്കെ എടുത്തിട്ട് കണ്ടോ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് മോഡൽ ഇപ്പോഴത്തെ മഞ്ജു വാര്യരൊക്കെ വരുന്നവരൊക്കെ ഇറങ്ങി വരാൻ പറ്റും. അങ്ങനെ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ വെട്ടി നോക്കുക. എൻ്റെ പേര് മിഞ്ചു. ഞാൻ ഒത്തിരി പാർലറിൽ പോയി മുടി വെട്ടിയിട്ടുണ്ട്. പക്ഷേ സാറ് മുടി വെട്ടിയപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് ഹെയർ സെറ്റ് ചെയ്തിട്ടുണ്ട്.